അഖില, ഈ ടെലിവിഷന്റെ ആ കാലഘട്ടം ഒന്ന് ഓർമ്മിച്ചെടുത്താൽ എങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് പാട്ട് പരിപാടികൾ വളരെ ഹിറ്റായ ഒരു കാലഘട്ടത്തിലാണ് അഖില, അല്ലെ? അതേ സ്വഭാവത്തിലുള്ള ഒട്ടേറെ പരിപാടികളുണ്ടായിരുന്നു എല്ലാ ചാനലുകളിലും ഉണ്ടായിരുന്നു ആ സമയത്ത്. സ്റ്റാർ സിംഗർ, അതെല്ലാ ചാനലുകളിലും. സ്റ്റാർ സിംഗർ ഒക്കെ വളരെ പിന്നീടാണ് അമൃതയിലായിരുന്നു ഞാൻ തുടക്കം കൈരളി ചാനലിലാണ് തുടങ്ങിയത്. അന്ന് കൈരളി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആ ഒരു കാലഘട്ടം 2000 കുറച്ചു കാലം ആദ്യം തുടങ്ങിയത് നിഖിൽ നിമ്മിയാണ്. അവര് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അത്രയും ഹിറ്റായത്. പിന്നെ ചാനലിൽ നിന്ന് മാറ്റി അവരുടെ ഒരു വേറെ ചാനലിലേക്ക് മാറുമ്പോൾ ഞാൻ കൊച്ചിന്നായിരുന്നില്ലേ? അല്ല, അത് ട്രിവാൻഡ്രത്ത് നിന്നായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൊച്ചിന്നായിരുന്നു. ടെലിവിഷന്റെ ഒരു ഏഷ്യാനെറ്റ് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനും തുടങ്ങിയത്. അന്ന് അവതാരകർക്ക് കുറച്ചുകൂടി പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് പേരുള്ളൂ. കറക്റ്റാണ്, നമ്മളെയൊക്കെ നോട്ടീസ് ചെയ്യും, വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും ആളുകളെ. അതെ അതെ. ഇപ്പം ആരൊക്കെ എവിടെയൊക്കെ അറിയത്തില്ല അല്ലെ? അത്രയധികം. നിമ്മിയും നിഖിലൊക്കെ എപ്പോഴും സജീവമാണ്. അവര് പക്ഷെ ദുബായിലാണ്. അവര് അന്ന് അവരുടെ ഒരു ഫേസ് ഐഡന്റിഫൈ ചെയ്തത് കൊണ്ടാണ്. പിന്നെയും അതുപോലെ തന്നെ നൈല ആണെങ്കിലും എല്ലാവരും ആ ഒരു കാലഘട്ടത്തിൽ വന്ന് മിഥുൻ എല്ലാവരും ടെലിവിഷനിൽ നിന്ന് ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെയാണല്ലോ FM-ലേക്ക് പോയത്. ആദ്യം പാടുന്നത് ജയരാജന്റെ സിനിമ അല്ലെ, അശ്വാരൂഢം. ആദ്യത്തെ പാട്ട് തന്നെ ഹിറ്റ്, സൂപ്പർ ഹിറ്റായി. പാട്ട് സൂപ്പർ ഹിറ്റായി. അതെ അതെ അതെ. ആ സിനിമ വേണ്ടത്ര രീതിയിൽ ബോക്സ് ഓഫീസിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു സിനിമയാണ്. പക്ഷേ ആ പാട്ട് സൂപ്പർ ഹിറ്റായി. എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നും അല്ലേ അഖിലയുടെ ഏറ്റവും നമ്പർ 1 ഹിറ്റ് അതാണ്. അതെ അതെ, ആദ്യത്തെ അതൊരു വലിയൊരു ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. കാരണം പാടിയ പാട്ട്, ആദ്യത്തെ പാട്ട്, ആ ഒരു പാട്ടിൽ തന്നെ ഇപ്പൊ ഞാൻ വന്നപ്പോഴും ആ പാട്ട് പ്ലേ ചെയ്യുന്നു. ഒത്തിരി ആ പാട്ട് പാടാൻ പോകുന്നു. അങ്ങനെയുണ്ട് അല്ലേ? നമുക്ക് ആ പാട്ടിലൂടെ തുടങ്ങാം. ഈഞ്ചക്കാട് ബാലചന്ദ്രനാണ് വരികൾ എഴുതിയത്. അദ്ദേഹം എനിക്കൊന്നും വേറെ സിനിമകൾക്കൊന്നും എഴുതിയിട്ടില്ല. ഇപ്പൊ പറയുമ്പോ കേട്ടോ ഞാൻ ശ്രദ്ധിക്കുന്നു. ഈഞ്ചക്കാട് ബാലചന്ദ്രൻ അല്ലേ? കവിതകളൊക്കെ ഒത്തിരി എഴുതുന്ന കവിയാണ്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതിയിട്ടില്ല. ശ്രീമൂലനാഥൻ മോഹന്റെ കാലത്തോളം ഒരു പാട്ടുണ്ട്. പിന്നെ ശ്രീമൂലനാഥൻ മോഹന്റെ. അത് പക്ഷേ ഈ ജാസിയുടെ ചില പാട്ടുകളൊക്കെ വളരെ ശ്രദ്ധിക്കാതെ പോയ ചില എഴുത്തുകാരൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല പാട്ടുണ്ട്, മെലഡി, ആദ്യം സഫലം സിനിമയിലൊരു പാട്ട്, സ്നേഹത്തുമ്പി അല്ല, ഓർക്കുമ്പോൾ പറയാം. ഏതായാലും ആ പാട്ടൊക്കെ വേറെ ആരൊക്കെയോ എഴുതിയത്, പ്രശസ്തരായ ചില ആളുകൾ എഴുതിയിട്ടുണ്ട്. അത് തന്നെ, തൂവെണ്മ തൂവും ഉഷസ് അല്ലേ? അതായത് എഴുതിയ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് ഇങ്ങനെ അങ്ങനെ അറിയപ്പെടാത്ത ഒരാളാണ്, അത്രയും അറിയപ്പെടാത്ത ഒരാളാണ്. അപ്പൊ നമുക്ക് അഴകാലില. ആ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജാസി ചേട്ടന്റെ വോയിസ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ പാട്ട് അത്രയും ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷെ വളരെ മെലോഡിയസ് ആയ പാട്ടാണ്. അത് വളരെ മെലോഡിയസ് ആയ ജാസി ചേട്ടന്റെ കുറെ മെലഡീസിന്റെ കൂട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ പാട്ടും വളരെ ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്, ഈ തൂവുന്നു ഉഷസ്സിൽ എന്നുള്ള പാട്ടൊക്കെ. അതെ അതെ, പാടാം. അഴകാലില മഞ്ഞച്ചരടിലെ പൂത്താനേ, മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി, കുന്നിമണിക്കൊലുസണിഞ്ഞ് വയൽ കിളി വരവായി, കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി, ഏഴഴകായി പൂങ്കവിളിൽ ചിന്നി നിന്നാണം, എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. ആ മൂഡ് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ? എത്ര വർഷമായി? 2006. 18 വർഷം. അതെ അതെ. 18 വർഷമായി. പക്ഷെ അതിപ്പോഴും എപ്പോഴും കേൾക്കാവുന്ന പാട്ടാണ്. എപ്പോഴും കേൾക്കാം. ആ പാട്ടിന്റെ ചെറുപ്പം ഇപ്പോഴും അഖിലയുടെ സ്വരത്തിനും അതേ ചെറുപ്പം. എനിക്കൊന്നു ഈ ചിത്രചേച്ചിയുടെ പാട്ടുകളുമായിട്ട് ഏറെ ചേർന്ന് നിൽക്കുന്ന ആ ശബ്ദത്തിന്റെ ഒരു സാമീപ്യമുണ്ട് അല്ലേ? ശബ്ദത്തിൽ കുറച്ചൊരു സാമ്യമുണ്ട്. അത് കുറച്ച് പറഞ്ഞോ. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിസ്റ്റുകൾ ചിലർ പറയാറുണ്ട്, വോയിസ് ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതോ ചില ടോൺ വരുമ്പോൾ ഒരു സിമിലർ ആണെന്ന് പറയാറുണ്ട്. അത് സ്വാഭാവിക, കാരണം അല്ലേ, കെ എസ് ചിത്രയെ പോലെ ഒരാളൊരു സ്വാധീനമാകുന്നത് സ്വാഭാവികമായിട്ടും. കുട്ടിക്കാലം തൊട്ടേ ഒരുപാട്
കേട്ട് പഠിച്ചത് അഖിലയൊക്കെ പാടി തുടങ്ങുന്ന സമയത്ത് ചിത്രയല്ലേ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചേച്ചി സംഗീതം? സുജാത ചേച്ചി രണ്ടുപേരും ഒരേപോലെ ഇഷ്ടപ്പെട്ടും അവരുടെ പാട്ടുകളായിരിക്കും എനിക്ക് തോന്നുന്നു കൂടുതലും. ഞാൻ സ്കൂളിലൊക്കെ കൂടുതൽ പാടിയിരുന്നതും അവർ രണ്ടുപേരും പാടിയ പാട്ടുകൾ തന്നെയായിരിക്കും. കൂടുതൽ കവർ വേർഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഇവരുടെയൊക്കെ പാട്ടുകൾ തന്നെ. അതെ ചേച്ചിയുടെയാണ് ഏറ്റവും കൂടുതൽ കവർ സോങ് അല്ലേ? കവർ വേർഷൻസ് ഏറ്റവും അങ്ങനെ ഐഡിയയിലേക്ക് എങ്ങനെ എത്തിയത്? ആക്ച്വലി ചിത്ര ചേച്ചികൾ ട്രിബ്യൂട്ട് ഒക്കെ ഉണ്ടായിരുന്നില്ല? അതെ 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 40 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് ഞാനൊരു ട്രിബ്യൂട്ട് ചെയ്തു. അതൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാജേഷ് വൈദ്യ സാറുമായിട്ട് എനിക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത്രയും വലിയൊരു ലെജൻഡിനോടൊപ്പം അത് കിട്ടിയൊരു ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ സമയം, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടിയത് വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. നമുക്കത് ഒന്ന് പിടിച്ചാലോ? ഈ ഈ കുറെ പാട്ടുകൾ ചേർത്തുകൊണ്ടൊരു ട്രിബ്യൂട്ട് അല്ലേ ചെയ്തത്? 2 പാട്ടുകളാണ്. അത് മറ്റേ ഏതൊക്കെയാണ്? എങ്കി എന്നത് കവിതയും വാർമുലയും കൂടി ചേർത്തിട്ട്. അല്ലാതെ എനിക്ക് തോന്നുന്നു അഖില അടുത്തിടയ്ക്ക് ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടത് കുറെ ഹിറ്റ് ഗാനങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട്. അല്ല അത് അഖില അല്ലല്ലേ, വേറെ? അല്ല അത് പിന്നീടാണ്. പിന്നീട് ഇത് കവർ വേർഷൻസ് ധാരാളം അതൊരു ട്രെൻഡ് ആയിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴും